ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. ത്രെഡ് സിങ്ക്രണൈസേഷനെ പറ്റിയാണ്. ത്രെഡ് സിങ്ക്രണൈസേഷൻ അതായത് രണ്ട് ത്രെഡ്സ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ത്രെഡും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒബ്ജക്ട്സിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരാൻ പറ്റുന്ന ഇഷ്യൂ ആണ് ത്രെഡ് സിങ്ക്രണൈസേഷൻ ഇഷ്യൂ. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ത്രെഡ് സിങ്ക്രണൈസേഷനിൽ നമ്മൾ പറയുന്നത്. ഇതിന്റെ തിയറി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിനകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. അത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ക്ലാസ് എഴുതുകയാണ്, ക്ലാസ് ഡിസ്പ്ലേ. അതിൻ്റെ അകത്ത് ഞാനൊരു പബ്ലിക് വോയിഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുന്നു. ദെൻ ഞാൻ ആ പ്രിന്റിലേക്ക് ഒരു സ്ട്രിങ് മായ്ക്കുകയാണ്, മെസ്സേജ് എന്ന് പറഞ്ഞ സ്ട്രിങ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മെസ്സേജിനെ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, മെസ്സേജ് എന്താണെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സിങ്ക്രണൈസേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ഞാൻ ചെയ്യുന്നു. അതായത് ഈ ഒരു പർട്ടിക്കുലർ ത്രെഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതിനെ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഒരു 100 മില്ലി സെക്കൻഡ്സ് സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് ഇടുക. കാരണം ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ഒരു ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കാരണമാണ് നമ്മൾ ഈ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് ഇടുന്നത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ. അതിനുശേഷം ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ഈ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിന് ശേഷം, അതായത് 100 മില്ലി സെക്കൻഡ് റെസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള ഒരു ക്ലോസിംഗ് ബ്രേസസും കൂടെ ഇടുക. അപ്പം ഇവിടെ പ്രിന്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പ്രിന്റ് എല്ലാം യൂസ് ചെയ്യാണ്. അപ്പം ഇവിടെ ആക്ച്വലി എന്താണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹലോയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കണം വരേണ്ടത്, ഹലോ ക്ലോസിംഗ് എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ ആദ്യം ഞാൻ ഹലോ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റും ഹലോയും എഴുതിയതിനു ശേഷം ആ ത്രെഡിനെ കുറച്ച് സ്ലീപ്പ് ചെയ്യിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ക്ലോസിംഗ് ബ്രേസസ് ഇടുകയാണ്. ഇതാ ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്, ഒരു മെസ്സേജിന്റെ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീനിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പകുതി വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അത് സ്ലീപ്പ് ചെയ്യിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണൈസേഷൻ ഇഷ്യൂ വരുത്തിക്കാനാണ്. ഓക്കെ, സിങ്ക്രണൈസേഷൻ ഇഷ്യൂ വരുമെന്നത് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ്. ശരി, ഇനി ഞാൻ എന്താ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്ലാസ് എടുക്കുന്നു. ക്ലാസ് ടെസ്റ്റ് അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന സിങ്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്നു. എക്സ്റ്റെൻസ് ത്രെഡ്, അത് ഒരു ത്രെഡ് ക്ലാസ് ആണ്. അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഡിസ്പ്ലേ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒരു റെഫറൻസ്, ദെൻ ഒരു മെസ്സേജിന് വേണ്ടി ഒരു വേരിയബിൾ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സിങ്ക് എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഡിസ്പ്ലേ ഡിയും സ്ട്രിങ് മെസ്സേജും അയക്കുകയാണ് ഫോർ ഇനിഷ്യലൈസേഷൻ. അതിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യിക്കാനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ ദിസ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു ഡി ആയിട്ട് മാറും. ദിസ് ഡോട്ട് മെസ്സേജ് എന്ന് പറയുന്നത് മെസ്സേജ് ആയിട്ട് മാറും. മെസ്സേജ് ഈസ് ഈക്വൽ ടു മെസ്സേജ്. ഇനി ഈ ത്രെഡ് ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്, അത് പബ്ലിക് വോയിഡ് റണ്ണിനകത്താണ് എഴുതേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അത് ഡി ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുന്നു.
വിത്ത് മെസ്സേജ്. അപ്പോൾ ഞാൻ ഹലോ എന്ന് പാസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഹലോ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. വേൾഡ് അയക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേൾഡ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കാണിക്കും. ഇത്രയാണ് ഞാൻ സിങ്ക് എന്ന് പറയുന്ന എക്സാമ്പിളിൽ പറയുന്നത്. ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞു. ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string orgus അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഡിസ്പ്ലേയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. t is equal to new display. അപ്പം ഞാൻ ഒരു ഒബ്ജക്റ്റേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. then I am creating two thread, രണ്ട് ത്രെഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ത്രെഡ് ക്ലാസ് അല്ല, ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. t1 is equal to new sync. അതിൻ്റെ അകത്ത് ഞാൻ സെയിം ഒബ്ജക്റ്റ് ആണ് പാസ് ചെയ്യുന്നത്, ഹലോ എന്നും അതിന് ശേഷം സിങ്ക് എക്സാമ്പിൾ t2 is equal to new sync example d വേൾഡ് എന്നും പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ രണ്ട് ത്രെഡും എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് d എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാം, അവിടെ സിങ്ക്രണൈസേഷൻ ഇഷ്യൂ വരാം. അപ്പോൾ എങ്ങനെയാണ് സിങ്ക്രണൈസേഷൻ ഇഷ്യൂ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ട് t2.start നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എറേഴ്സ് വല്ലതുണ്ടോ എന്ന് നോക്കാം. എറേഴ്സ് ഒന്നുമില്ല. അപ്പം നോക്കിയേ, ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബ്രേസസ് ഹലോ കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ബ്രേസസ് വരണം. ദെൻ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് വേൾഡ് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരണം. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ആദ്യം ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഹലോ വന്നു, ദെൻ വേൾഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് കംപ്ലീറ്റ് ആയിട്ട് വന്നോ, ഇല്ല. അപ്പോൾ ഇതാണ് സിങ്ക്രണൈസേഷൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും, നമ്മൾ എവിടെ വെച്ചാണോ ഇഷ്യൂസ് വരുന്നത്, അതായത് ഈ പ്രിന്റ് അല്ലേ രണ്ടുപേരും യൂസ് ചെയ്യുന്നത്, ആ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യുക, സിങ്ക്രണൈസ്ഡ് ഫംഗ്ഷൻ ആക്കുക. സിങ്ക്രണൈസ്ഡ് ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐദർ t1 മാത്രമേ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ t2. അപ്പോൾ t1 കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ t2 അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് സിങ്ക്രണൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെക്നിക്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഹലോ ഫുൾ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ വേൾഡ് പ്രിന്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ, സിങ്ക്രണൈസേഷൻ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും യൂസിങ് സിങ്ക്രണൈസ്ഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രെഡ് സിങ്ക്രണൈസേഷൻ എക്സാമ്പിൾ.